ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് മാർവലിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള തണ്ടർ ബോൾട്സ്, ആ ഒരു സിനിമയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സിംപ്ലി ഗുഡ് മൂവി, അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി സെക്കൻഡ് ആർക്ക് മുതൽക്ക് പടം അങ്ങോട്ട് ഗിയർ ചേഞ്ച് ചെയ്ത് കയറുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സെൻട്രി എന്ന് പറയുന്ന ആ ഒരു വില്ലൻ ക്യാരക്ടർ, ആ ഒരു വോയിഡൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ മാർവൽ കോമിക്സ് ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ വോയിഡ് എന്ന് പറയുന്ന ക്യാരക്ടറിനൊക്കെ നിങ്ങൾ ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടാവും. അൾട്രാ സൂപ്പർ പവേഴ്സ് ഒക്കെ ഉള്ളൊരു പരിപാടിയൊക്കെയാണ് മൂപ്പരുടെ ആ ഒരു ക്യാരക്ടറിനുള്ളത്. ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് കാണിക്കുന്നത് മുതൽക്ക് നല്ല രസമായിട്ട് പടം അങ്ങോട്ട് ഹൈ ആവുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ എൻഗേജ് ചെയ്ത് കണ്ട സിനിമയാണ് തണ്ടർ ബോൾട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നായകന്മാരെന്ന് പറയാനായിട്ട് ഈ തണ്ടർ ബോൾട്സിൽ വലിയ എന്താ പറയുക, വലിയ നമ്മുടെ അവഞ്ചേഴ്സിലൊക്കെ കണ്ട പോലത്തെ വലിയ ആൾക്കാരെന്നല്ലോ. അപ്പോൾ കുഞ്ഞു നായകന്മാരാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ പഴയ അവഞ്ചേഴ്സിനേക്കാൾ പവറുള്ളൊരു വില്ലൻ അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടറിന് കൊടുത്ത ഡെപ്ത് ആണെന്നുണ്ടെങ്കിലും നായകന്മാർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ഡെപ്ത് ആണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഉള്ള എഡിറ്റിംഗ് വർക്ക് തീപ്പൊരു സംഭവമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ചാടി പോകുന്ന സീക്വൻസുകളുണ്ട്. അത് നിങ്ങൾക്ക് പടം കാണുന്ന സമയത്ത് മനസ്സിലാവും. ആ ഒരു സമയത്തുള്ള ഇമോഷണൽ രംഗങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുള്ള CG വർക്കുകളും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട്, അതായത് ആക്ഷൻ സീക്വൻസുകളെക്കാൾ ഉപരി ട്രെയിലറിൽ കാണിച്ച കുറച്ച് സീക്വൻസുകളുണ്ട്. കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുക, അങ്ങനത്തെ പരിപാടികളാണ് കൂടുതലും. ആ ഒരു പരിപാടിയൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് അത് ഞാൻ പറയുന്നില്ല, ഒരു ചെറിയൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അതായത് വില്ലന്റെ സൂപ്പർ പവർ കാണിക്കുന്ന ഒരു ചെറിയൊരു പരിപാടി ഈ ഒരു പടത്തിനകത്ത് കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ശരിക്കും ആ ഒരു ക്യാരക്ടറിന്റെ പവർ, ആക്ച്വലി എനിക്ക് തോന്നുന്നു സൂപ്പർമാനേക്കാൾ പവർ ഈ ഒരു ക്യാരക്ടറിനുണ്ട് എന്ന് തോന്നുന്നു നമുക്കത് കാണുന്ന സമയത്ത് തന്നെ. ഇപ്പോൾ ഒരു സീനായിരുന്നു ആ ഒരു സംഭവമൊക്കെ. എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് ഹാഫ് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് നല്ലൊരു ഹൈ കിട്ടാനുള്ള കുറേ സംഭവങ്ങൾ ഈ ഒരു പടത്തിനകത്തുണ്ട്. പിന്നെ ഇമോഷണലി നമ്മൾ കണക്റ്റഡ് ആവും എല്ലാ ക്യാരക്ടറുമായിട്ടും. അതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ എൻഡ് ഗെയിം കഴിഞ്ഞിട്ട് ഒരു മാർവൽ സിനിമയ്ക്കകത്ത് ആ ഒരു ഇമോഷണൽ കണക്റ്റ് കിട്ടുന്നത് ഈ ഒരു സിനിമയ്ക്കകത്താണ്. എല്ലാ ക്യാരക്ടേഴ്സുമായിട്ട് നമ്മൾ അങ്ങോട്ട് കണക്റ്റ് ആവും. അത്തരത്തിലാണ് കോമഡിയും ഇമോഷൻസൊക്കെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളതൊക്കെ. സോ എന്നെ സംബന്ധിച്ച് എൻഡ് ഗെയിമിന് ശേഷം മാർവലിൻ്റെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള, നല്ല സ്ക്രീൻ പ്ലേ ഉള്ള, നല്ല കഥയുള്ള ഒരു സിനിമയായിട്ടാണ്. അത് പോരാതെ തന്നെ ഈ സെൻട്രി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് ഈ ഡൂംസ് ഡേയിലൊക്കെ വരുന്ന സമയത്തൊക്കെ ഈ ക്യാരക്ടർ ഉണ്ടാവും എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്, അതിനകത്ത് മിക്കവാറും ഈ ഒരു സെൻട്രി എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഹൈ മൊമെന്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാരണം ആ ഒരു സെൻട്രി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ബേസ് ബിൽഡിങ്ങും കാര്യങ്ങളും മാത്രമാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് ഒരുക്കി വെച്ചിട്ടുള്ളൂ. ഒരു ഫുൾ പവറോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് കാണിച്ചിട്ടൊന്നുമില്ല. സോ എന്തായാലും ഡൂംസ്ഡേക്കകത്ത് എന്തായാലും ഒരു തീപ്പൊരി സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. എന്തായാലും മാർവൽ സംഭവങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കാണേണ്ട ഒരു സിനിമയായിട്ട് തന്നെയാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. മസ്റ്റായിട്ട് തിയേറ്ററിൽ നിന്ന് തന്നെ കാണേണ്ട ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾ എന്തായാലും കണ്ടവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ 3D എലമെന്റ്സ് വളരെ ചുരുക്കമുള്ളൂ, പക്ഷെ ആ കാണിച്ച സാധനങ്ങളെല്ലാം വലിയ കുഴപ്പമില്ലാണ്ട് നല്ല രീതിക്ക് വർക്കൗട്ടായെന്ന് എനിക്ക് തോന്നി. ഇതിനിപ്പോൾ 3Dയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. 2D കണ്ടു കഴിഞ്ഞാലും വലിയ മോശമൊന്നുമില്ല. അത് ഫുള്ള് 3D ആണ് ഇറങ്ങിയിരിക്കണമെന്ന് എനിക്കറിയില്ല. 2D വേർഷൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. 2D വേർഷനൊക്കെ ഉണ്ടെങ്കിൽ 2D വേർഷൻ കണ്ടാൽ മതി. ഇപ്പോൾ ഇതിൽ 3D ഇട്ട് കാണേണ്ട സിറ്റുവേഷൻ ഒന്നും ഇല്ല ഈ ഒരു സിനിമയ്ക്കകത്ത്. കാണിക്കുന്ന കുറച്ച് സാധനങ്ങൾ കൊള്ളാമെന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.